യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച അനന്തരം യേശുവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയുടെ നടുവിൽ യേശു നമ്മെ ചിലത് പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ പിശാച് എങ്ങനെയാണ് നിന്നത്? അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം യേശു വെളിച്ചമാണ്. എന്നാൽ നമുക്ക് വേണ്ടി യേശു അതൊന്ന് അനുവദിച്ചു. നമ്മെ ചിലത് പഠിപ്പിക്കുവാൻ യേശു അത് അനുവദിച്ചു. തനിക്ക് നേരിട്ട ഓരോ പരീക്ഷയുടെ നടുവിലും യേശു ആ പരീക്ഷയെ ജയിച്ചത് ഈ തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. യേശു പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്, സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന വചനം എടുത്തപ്പോൾ ശത്രുവിൻ്റെ വായടഞ്ഞു. പിന്നെയും അവൻ പരീക്ഷിക്കുകയാണ്. ഒടുവിൽ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പിന്നെ പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ. പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന വചനം. ഇത് ബൈബിളാണ്. ഇതിൻ്റെ അകത്ത് വചനമുണ്ട്. ഇതിൻ്റെ അകത്ത് മാത്രം ഇരുന്നാൽ എങ്ങനെ നിങ്ങൾ പരീക്ഷയെ അതിജീവിക്കും? ഈ പുസ്തകത്തിലെ വചനങ്ങൾ ഇത് നമ്മുടെ അകത്ത് കടക്കണം. മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. അതെ, മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. മനഃപ്പാഠമാക്കിയാൽ മാത്രം പോരാ. ഈ വചനം ദൈവശക്തിയാണെന്നറിഞ്ഞ് ഈ വചനത്തെ വിശ്വസിക്കണം. ഇതുരുവിട്ടാൽ പിശാച് ഓടിപ്പോകുന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് കാണണം. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. ഏതു പരീക്ഷയുടെ നടുവിലും നമ്മെ പിടിച്ചു നിർത്തുന്നത് വചനമാണ്. വചനം ആത്മാവിൻ്റെ വാളാണ്. വചനത്തിലുള്ള വിശ്വാസം ദുഷ്ടൻ്റെ തീയമ്പുകളെ തടുക്കുന്ന പരിചയമാണ്. തിരുവെഴുത്തുകളെ സംഗ്രഹിക്കുക. നിങ്ങളുടെ അകത്ത് വചനം നിറയ്ക്കുക. നിങ്ങളുടെ മക്കളുടെ അകത്ത് വചനം നിറയ്ക്കുക. നിറയപ്പെട്ട വചനം ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യേശു പറഞ്ഞു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ട് ഗ്രഹിക്കുന്നതാകും. അത് 30, 60, 100 മേനിയായി വിളഞ്ഞു. നിന്റെ അകത്ത് വചനം വസിച്ചാൽ നീ വളരെ ഫലം കായ്ക്കും. നിന്റെ ഫലം, നിന്നിൽ നിന്ന് വരുന്ന ഫലം, അത് നിന്റെ കുടുംബം, നിന്റെ സഭ, നിന്റെ ദേശം അനുഭവിക്കും. നീ ഒരു അനുഗ്രഹ വിഷയമാകും. വചനം കണ്ടെത്തി ഭക്ഷിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.